ഹലോ ഗായ്സ്, വയനാട്ടിലിപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഡിസംബറൊക്കെ ആയില്ലേ. പക്ഷേ ഇന്നാണെങ്കിൽ രാവിലെ എണീക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ +2 ഫ്രണ്ട്സിനെ കേട്ടോ. ഒരുപാട് വർഷമായി നമ്മളെല്ലാവരും കൂടി ഒന്ന് കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര പ്ലാനായിട്ടൊന്നുമില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ എല്ലാവരും ഫ്രീ ആണ്, ഓക്കെ ആണ്, മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പെട്ടെന്നുണ്ടായ പ്ലാനാണ് കേട്ടോ. ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തെടുത്തത് കേട്ടോ. നമ്മളിങ്ങനെ സ്കൂളിൽ മീറ്റപ്പ് പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പം നമ്മുടെ സ്കൂൾ അവിടെ അല്ല, ചൂരൽമലയാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോയ്സ് ആണെങ്കിലും അങ്ങനെ ഫ്രീ ഉള്ള ആരുമില്ല, എല്ലാവരും ജോബ് പഠിത്തം അങ്ങനെ പോവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഗേൾസ് മാത്രമാണ് കേട്ടോ. പിന്നെ ഗേൾസിൽ 2-3 പേർക്ക് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലീവ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ലീവ് എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയത് കൽപ്പറ്റ പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ മക്കൾക്ക് കളിക്കുകയും ചെയ്യാം, നമുക്കാണെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 11:30 ടൈമിലാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ തണലൊക്കെ നോക്കി മക്കളെ ഇരുത്തി ഒന്ന് സെറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയ സമയത്ത് ശരിക്കും നമ്മളാണ് കേട്ടോ ചെറിയ കുട്ടികളായിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി ആദ്യം നമ്മളൊന്ന് എൻജോയ് ചെയ്തു, പിന്നെ അവരെ വഴിക്ക് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. മക്കളും പിന്നെ നമ്മളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം +2 കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എല്ലാവരും കൂടിയായിട്ട് മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ മോനാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഒരു ടൈം കഴിഞ്ഞാൽ കുറച്ചൊന്ന് കച്ചറയാക്കലാണ് പതിവ്. പക്ഷേ ഇന്നാണെങ്കിൽ അവൻ ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അടുത്ത സെറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ 2 പേര് നമ്മൾ മൊത്തം 3 സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം 6 പേര്, പിന്നെ 2 പേര്, പിന്നെ ഒരാൾ, അങ്ങനെ 3 സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ലെഫ്റ്റിൽ വരുന്ന ആൾക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ആൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ലീവ് എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കൂടി മീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുൾ ഓണായിരുന്നു. ഭയങ്കര സംസാരവും കാര്യങ്ങളും, പരസ്പരം അങ്ങോട്ട് കളിയാക്കൽ ഇങ്ങോട്ട് കളിയാക്കൽ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ കൂടെ പഠിച്ച ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇടയിൽ ബോയ്സിൽ ഇവനെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് കൽപ്പറ്റയാണെന്ന് പറഞ്ഞ സമയത്ത് അവനും അവിടെ ഉണ്ടായി, അങ്ങനെ വന്നതാണ് കേട്ടോ. ആളപ്പോൾ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജംഷീന. 3ാമത്തെ സെറ്റാണ് കേട്ടോ അത്. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക വിചാരിച്ച് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളതും നമ്മളതും എല്ലാവരതുമായിട്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ചിരുന്നു. കാരണം നമുക്ക് പറഞ്ഞിട്ട് തീരുന്നുണ്ടായില്ല. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു, പറയാൻ തന്നെ പറ്റണില്ല. പിന്നെ എല്ലാവർക്കും അത്യാവശ്യം വിശന്ന് തുടങ്ങിയ സമയത്ത് പിന്നെ നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ പോയത് കൽപ്പറ്റയുള്ള ചട്ടിയും ചോറും പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയത്താണെങ്കിൽ ഭയങ്കര റഷായിരുന്നു. സീറ്റ് കിട്ടാൻ കുറച്ചൊന്ന് ലേറ്റായി. പിന്നെ കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് പോയി നമ്മൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ചട്ടിച്ചോറാണ് കേട്ടോ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. അവിടെ എത്തിയിട്ടും നമ്മുടെ സംസാരം തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് പറയൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ വെറുതെ ഓരോ നേരം പോക്കല്ലേ, ഫുഡ് വരുന്നവരെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണമല്ലോ, അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം പോയതന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ അതിൽ കുറേ പേരൊക്കെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 പേര് നെസ്റ്റോയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനാണ് കേട്ടോ ഉണ്ടായിരുന്നത് മെയിനായിട്ട്. നെസ്റ്റോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവളുടെ മോനെയും എൻ്റെ മോനെയും നോക്കലായിരുന്നു എൻ്റെ മെയിൻ ടാസ്ക് കേട്ടോ. പിന്നെ രണ്ടാളെ അത്യാവശ്യം ഒന്ന് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മോൻക്ക് മീമീനെ കാണണം. അപ്പോൾ പിന്നെ ആ സെക്ഷനിൽ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് പിന്നെ ഒരു മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്ത് ഒരുവിധം നമ്മൾ ഒതുക്കിയിരുത്തിയിട്ടുണ്ട് രണ്ടാളെ കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് കണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മോൻ ഉറങ്ങുന്നതുകൊണ്ട് ഇന്ന് കൂട്ടം അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്രക്കുള്ളിൽ